ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ കിച്ചൺ ടൂറാണ്. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 5.5 വർഷമായി. അപ്പോൾ 5.5 വർഷം മുന്നേ ഉള്ള കിച്ചണാണ്. അപ്പോൾ കമൻറ്റിൽ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട പാത്രങ്ങളുടെ ഡീറ്റെയിൽസും ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് വീഡിയോയിൽ ആദ്യം കാണിച്ചത്. കിച്ചണിലേക്ക് സെപ്പറേറ്റ് ഡോറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്താൽ റൈറ്റ് സൈഡിലാണ് ഫ്രിഡ്ജ്, ഓവന്, കുറച്ച് സ്റ്റോറേജ് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഹയർ ബ്രാൻഡിൻ്റെ ആണ്, സൈഡ് ബൈ സൈഡാണ്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഫ്രിഡ്ജും മറ്റേ സൈഡ് ഫുള്ളായിട്ട് ഫ്രീസറും ആണ് വരുന്നത്. ഇതിൽ രണ്ട് സൈഡിലും താഴെ 2 ബാസ്ക്കറ്റ് വരുന്നുണ്ട്. ഫ്രീസറിൻ്റെ ഭാഗത്ത് ബാസ്ക്കറ്റ് ചെറുതാണ്. ഹയറിൻ്റെ ഈ ഒരു ഫ്രിഡ്ജ് ഇതുവരെ കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് കൂടുതലും ഇതിൻ്റെ കളറാണ് ഇഷ്ടമായത്. നല്ലൊരു കോഫി കളറ്, അടുത്തുനിന്ന് കാണാൻ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളുടെ കിച്ചണിൻ്റെ കളറുമായിട്ട് നല്ല മാച്ചുള്ളത് കൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് തന്നെ എടുത്തത്. ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ലെങ്ത്തുള്ള പാത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഫ്ലാസ്ക്, ജഗ്, ബോട്ടിൽസ്, അങ്ങനെ നീളം കൂടിയ പാത്രങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് ഓവൻ വെച്ചിട്ടുള്ളത്. ഒന്ന് മൈക്രോവേവും മറ്റേത് OTG ആണ്. മൈക്രോവേവ് സാംസങ്ങിൻ്റെ ആണ്, OTG മോർഫി റിച്ചാർഡ്സിൻ്റെ ആണ്. രണ്ടും നല്ല തന്നെയാണ്. ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഓവൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, വാക്യൂം ക്ലീനറും അതിൻ്റെ പാർട്സ് എല്ലാം വെക്കാനും. പിന്നെ ആ ഒരു ബാസ്ക്കറ്റിൽ കിച്ചൺ ടവൽസ് ആണ്. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണ് മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കിച്ചണിൽ എൻ്റർ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പെല്ലാം ചെയ്തിട്ടുള്ളത്. നാനോ വെയിറ്റ് ആണ് കൗണ്ടർ ടോപ്പ്. പിന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ചെയറും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് കേട്ടോ വോയിസ് എല്ലാം നല്ലോണം ചേഞ്ച് ആയത്. പിന്നെ സീലിങ്ങിൽ ടീക്ക് വുഡും റോസ് വുഡും പിന്നെ ജിപ്സം ബോർഡും മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ ഈ കിച്ചണ് ആരാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കിച്ചണ് മാത്രമല്ല, വീട് മൊത്തത്തിൽ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡ് ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഇതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ചുമയുണ്ട്. അപ്പോൾ ചുമ നിൽക്കുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കുന്നു, വീണ്ടും ചുമക്കുന്നു. അതാണ് കേട്ടോ വോയിസിൽ നല്ല മാറ്റമുള്ളത്. ഇനിയിപ്പോൾ ഇവിടെയാണ് കിച്ചണിലെ ട്രോളി യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അധികവും ട്രോളി യൂണിറ്റ്സിൽ ബോട്ടിൽസും സ്റ്റോർ റൂമിൽ വെക്കുന്ന സാധനങ്ങളാണ് എല്ലാവരും വെക്കൽ. പക്ഷേ എനിക്കിവിടെ സ്റ്റോർ റൂം ഉള്ളത് കൊണ്ട് തന്നെ ബോട്ടിൽസൊന്നുമല്ല ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊരു ക്രോക്കറി ഷെൽഫ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രോളി യൂണിറ്റിലാണ് ഗ്ലാസ് ഐറ്റംസിൽ പെട്ട ചെറിയ ബൗൾസ്, കപ്സ്, അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കബോർഡിൻ്റെ ഡോർസെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ കുറച്ച് വലിയ ഗ്ലാസ് ബൗളും പിന്നെ ലിഡ് അടക്കം വരുന്ന ഗ്ലാസ് ബൗൾസും അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പാത്രങ്ങളൊന്നുമില്ല, എന്നാലും വീട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പാത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിന്നർ സെറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഡിന്നർ സെറ്റാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കറിയെല്ലാം വിളമ്പാൻ പറ്റിയ ബൗളും അങ്ങനത്തെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വെച്ച ബൗള് വേറെ വേറെ ഷേപ്പിൽ വരുന്ന ബൗളാണ്, റൗണ്ട് അല്ല കേട്ടോ. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് പുഡിങ്ങിൻ്റെ പാത്രങ്ങളും അത് കഴിക്കാനുള്ള പ്ലേറ്റ്, ബൗള്, അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് പഴയ പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ല, അങ്ങനത്തെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കാണുന്ന ഒരു ബർണർ സ്റ്റൗ ഞാൻ ആദ്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത പാടെ മ്യൂസിക് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്തതിന്. അപ്പോൾ അന്നേരം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റൗ. ഇനി ഇതിൻ്റെ താഴത്തെ ഡ്രോയേഴ്സ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇവിടെയാണ് ഓവനിൽ ബേക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനും പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഡ്രോയറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും മൈക്രോവേവ് സേഫായിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് പോലത്തെ കണ്ടെയ്നേഴ്സാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഡ്രോയറിൽ പ്ലേറ്റ് വെക്കുന്ന റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും പിന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന പ്ലേറ്റ്സും അങ്ങനത്തെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഡ്രോയറിലും പ്ലേറ്റ് വെക്കുന്ന റാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിന്നർ സെറ്റിൻ്റെ പ്ലേറ്റും സെർവ് ചെയ്യുന്ന പ്ലേറ്റ്, പിന്നെ വേറെയും കുറച്ച് വലിയ സെർവ് ചെയ്യുന്ന പ്ലേറ്റ്, ഗ്ലാസിൻ്റെ പ്ലേറ്റ്, അതെല്ലാം അങ്ങനത്തെ പ്ലേറ്റ്സ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് സെൻറ്ററിൽ സെപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് കാസറോള് അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ലെങ്ത്ത് കൂടിയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് സെപ്പറേഷൻ കൊടുക്കാതെ ഇരുന്നതാണ്. പിന്നെ ഞാൻ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് അങ്ങനെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിപ്പം കോർണർ ഭാഗമാണ്. ഈ ഒരു കോർണർ ഭാഗത്ത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ഉപകാരമാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പാത്രം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കോർണർ സ്പേസ് ഒട്ടും വേസ്റ്റ് ആകുന്നുമില്ല. പിന്നെ ഈ ഒരു കോർണർ ഭാഗത്ത് വെച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നോൺ സ്റ്റിക്ക് പോലെ അടിക്ക് പിടിക്കാതെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് അധികവും നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുന്നത്. അല്ലാത്ത സമയത്തെല്ലാം സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കാത്ത സമയത്ത് തീരെ ഉപയോഗിക്കലില്ല എന്നല്ല, അധികവും സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിക്കൽ. ഇനി ഈ ഒരു കിച്ചണിൽ സെൻറ്റർ ഭാഗത്താണ് പാത്രം കഴുകുന്ന സിങ്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡോറ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അവിടെയാണ് ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ഐറ്റംസ്, അതെല്ലാം കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കളറിൽ കാണുന്നത് ചെറിയ കുട്ടികൾക്കെല്ലാം ജ്യൂസ് കൊടുക്കാൻ നല്ലതാണ്. അത് ഐക്യന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഗ്ലാസിൻ്റെ ടീ പോട്ട്, പിന്നെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ജ്യൂസ് കുടിക്കുന്ന കുറച്ച് ഗ്ലാസ്, അതെല്ലാം കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാത്രങ്ങളിൽ അധികവും ഐക്യന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അത് ഒരു 5-6 വർഷം മുന്നേ എല്ലാവരും വീട്ടിൽ കേക്ക് ആക്കുന്ന ഒരു ടൈം ഉണ്ടായിന്. ആ സമയത്ത് വാങ്ങിച്ചതാണ് ഈ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം. പിന്നെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് പാത്രം കഴുകുന്ന സിങ്ക് വെച്ചിട്ടുണ്ട്. ഇത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന സിങ്കാണ്. എഡ്ജെല്ലാം സ്ക്വയറായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ എഡ്ജ് സ്ക്വയറായിട്ട് വരുന്ന സിങ്ക് വാങ്ങാത്തതാണ് നല്ലത്. നമ്മൾ കഴുകുന്ന പാത്രത്തിൻ്റെ വേസ്റ്റ് എല്ലാം ഈ ഒരു എഡ്ജ് ഭാഗത്തേക്ക് പോയിട്ട് അത് കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അന്നേരം കഴുകുന്ന ആ വേസ്റ്റെല്ലാം ആ കോർണർ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു ബ്രഷ് വെക്കണം അതിങ്ങനെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ എഡ്ജ് കേവായിട്ട് വരുന്ന സിങ്ക് ഉണ്ട്. അത് നല്ലതാണ്. 2 കുഴിയുള്ള സിങ്ക്, അതെല്ലാം നല്ലതാണ്. ഈ ഒരു ഭാഗത്ത് ഞാൻ സെൻറ്ററിൽ സെപ്പറേഷൻ കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ ഫ്രൈ പാൻസ് എല്ലാം വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ ഒരുപാട് ഫ്രൈ പാൻസ് വെക്കാൻ പറ്റും കേട്ടോ, ഇത്ര മാത്രമല്ല. ഇത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ സിങ്കിൻ്റെ നേരെ താഴെ ഞാനൊന്നും വെക്കലില്ല, അതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കി കാണിക്കാത്തത്. പിന്നെ അതിൻ്റെ സൈഡിലാണ് സ്പൂണ് വെക്കുന്ന റാക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തെ ഡ്രോയറിലാണ് ചെറിയ പ്ലേറ്റ്, സ്നാക്സ് സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്സ് എല്ലാം വെക്കുന്ന റാക്ക് കൊടുത്തത്. പിന്നെ കുറച്ച് ഗോൾഡൻ കളറിൽ വരുന്ന നല്ല സ്പൂണും അങ്ങനത്തെ ഐറ്റംസ് എല്ലാമാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഡ്രോയറിൽ അലുമിനിയം ഫോയിൽ, ബേക്കിംഗ് പേപ്പർ, ക്ലിങ് ഫ്ലിങ്, സിബ്ലോ കവർ, അങ്ങനത്തെ കവർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ആ ഒരു ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോർണർ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന് എടുക്കാനും യൂസ് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടാണ്.
ഇനി ഈ ഒരു ഭാഗത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വുഡിൽ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനെ കുറിച്ച് കുറച്ച് പേര് കമൻറ്റിൽ ചോദിക്കലുണ്ട്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള 4 ചെയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് വുഡിനെ കൊണ്ട് ഇങ്ങനെ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലും നല്ലോണം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ കുക്ക് ചെയ്യുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോയിൽ അധികവും കാണുന്ന പാത്രങ്ങൾ തന്നെയാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഗ്ലാസിൻ്റെ പിന്നെ ഇവിടെയും കുറച്ച് ജ്യൂസ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് വരുന്ന ആ ഒരു മോഡലിൽ വരുന്ന ഗ്ലാസ് എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അധികവും നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നത്. മീൻ കറിയെല്ലാം അധികവും മൺചട്ടിയിലാണ് വെക്കൽ. പിന്നെ ഫ്രൈ ചെയ്യൽ ഇരുമ്പിൻ്റെ ഫ്രൈ പാന്, പിന്നെ കുഴിയുള്ള ഇരുമ്പിൻ്റെ പാത്രമുണ്ട്, അതിലും ഫ്രൈ ചെയ്യലുണ്ട്. പിന്നെ ബിരിയാണി ഐറ്റംസ്, മന്തി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ് വെക്കൽ. ഇനി ഇവിടെ കുറച്ച് ഡിസ്പോസിബിൾ പാത്രങ്ങളും പിന്നെ എൻ്റെ മിക്സിൻ്റെ കൂടെ കുറച്ച് പാർട്സും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിന്, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ 2 വലിയ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അത് വേറെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല, നല്ല വീതിയുണ്ട്. അതിലൊന്ന് വരുന്നത് 3 കിലോ റൈസെല്ലാം വെക്കാൻ പറ്റുന്ന പാത്രമാണ്. പിന്നെ അതിൻ്റെ ചെറുത് ഒരു 4-5 കിലോ ബീഫെല്ലാം ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പാത്രമാണ്. കുറച്ച് പരന്ന പാത്രമാണ് അത് വേറെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചത്. ഇനി ഇവിടെ നിന്നാണ് എൻ്റെ സെക്കൻഡ് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് ഡോറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടെ നിന്നാണ് അധികം കുക്ക് ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ്. ഇത് എൽ ഷേപ്പിൽ വരുന്ന ഒരു ചെറിയ കിച്ചണാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പാത്രം കഴുകുന്ന സിങ്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലാണ് 4 ബർണർ ഗ്ലാസ് ഹോബും അതിൻ്റെ നേരെ മുകളിൽ ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഹോബ് വരുന്നത് ഹൂക്കറാണ്, ചിമ്മിനിയും അതേ ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിന്നെ ഈ ഹൂക്കറിൻ്റെ ഈ ഹോബ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ചിമ്മിനി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹോബ് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. ആ വലിയ ബർണർ രണ്ടും യൂസ് ചെയ്യാനേ പറ്റാറില്ല. ആദ്യം വലിയ ബർണർ സ്റ്റൗവിൽ വെക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ കരി പിടിക്കുന്ന പോലെ വരുന്നുണ്ടായിന്. അന്നേരം ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പിന്നെ അവർ വന്ന് നോക്കിയിട്ട് ശരിയാക്കി തന്നിന്. അതിന് ശേഷം ഫ്ലെയിം മുകളിലേക്ക് കയറുന്ന പ്രശ്നമുണ്ടായി. അതും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വന്നിട്ട് അവർ നോക്കിയിട്ടെല്ലാം പോയിനി ശരിയായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫുള്ളായിട്ട് ശരിയായിട്ടൊന്നുമില്ല. ഇപ്പോഴും അതിൽമ വെക്കുമ്പം ഫ്ലെയിം മുകളിലേക്ക് കയറുന്ന പോലെയും അങ്ങനെ പേടിയാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ. പിന്നെ നല്ല വില കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് യൂസ് ആക്കിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു കിച്ചണിലും നല്ലോണം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആക്കിയാൽ ഞാൻ മേലെ ഭാഗത്ത് വെച്ചത് ഒരു സ്റ്റീമറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ബോട്ടിൽസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും നേരത്തെ കാണിച്ച സ്റ്റീമറിൻ്റെ കൂടെ വരുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇതുപോലത്തെ ബോട്ടിൽസിൽ വരുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത്. പരിപ്പ്, പയർ, കടല, ചെറുപയർ പരിപ്പ്, വെള്ളക്കടല, ഉഴുന്ന് പരിപ്പ്, അത്രയും സാധനങ്ങളാണ് ആ ഒരു ബോട്ടിലിൽ വെച്ചിട്ടുള്ളത്. അതെല്ലാം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും നല്ലോണം സ്റ്റോറേജ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രോളി യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ ബോട്ടിൽസ് ഒന്നും അല്ല വെക്കുന്നത്, സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തന്നെയാണ്. മിക്സിൻ്റെ ജാറ്, പുട്ടിൻ്റെ പാത്രങ്ങൾ, അങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയും സ്പൂൺ വെക്കുന്ന റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണെല്ലാമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതും ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ഡ്രോയറിലും ഞാൻ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളതും പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചിമ്മിനീൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വലിയ ബോക്സസും പാത്രങ്ങളും എല്ലാം തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചെറിയ ബോട്ടിൽസിൽ ഇടുന്ന കടുക്,
ജീരകം, പെരുംജീരകം അതുപോലത്തെ ഐറ്റംസ് എല്ലാമാണ് ആ ഒരു ചെറിയ ജാറിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഡിഷ് വാഷ് ഡ്രൈയിങ് റാക്ക് കൊടുത്തിട്ടുള്ളത്. പാത്രം കഴുകി വെക്കാനും അതിൻ്റെ വെള്ളം താഴെ കളക്ട് ചെയ്യാനും ഒരു പാത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ടാൽ അങ്ങനെ തുരുമ്പ് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് കുറച്ച് ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രമെല്ലാം അതിൻ്റെ താഴെ ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് കേട്ടോ വെക്കൽ. ഇനിയിപ്പോൾ സ്റ്റൗവിൻ്റെ നേരെ താഴെ ഇതുപോലെ ഓപ്പൺ സ്പേസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സെൻറ്ററിൽ സെപ്പറേഷനോ ഒന്നും കൊടുത്തിട്ടില്ല. ഇതുപോലത്തെ വലിയ പാത്രങ്ങളും ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ് അവിടെയും വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ സെപ്പറേഷൻ കൊടുക്കണമെന്നുണ്ട്, അന്നേരം ഞാൻ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേരം കൊടുക്കാതിരുന്നതാണ്. പിന്നെ ഈ ഒരു കിച്ചണിലും കൗണ്ടർ ടോപ്പ് നാനോ വെയിറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഷ് വാഷ് ഡ്രൈയിങ് റാക്ക് ചെറുതൊന്ന് ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിച്ചണിൽ ഉള്ള സിങ്ക് കാണിക്കുക. ഞാൻ ഈ ഒരു വേസ്റ്റ് ഇടുന്ന പാത്രം ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആണ്, കാണാത്ത രീതിയിൽ ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റ് വരുന്നത്. അതിൻ്റെ എന്തെങ്കിലും വെള്ളമെല്ലാം അടിയിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, അതിന് സെപ്പറേറ്റ് പൈപ്പെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുഴി വരുന്നത് രണ്ടും ചെറുതാണ്, അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ വേസ്റ്റ് ഇടുന്ന പാത്രം ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് ഈ ഒരു സിങ്ക് വാങ്ങിച്ചത്. പിന്നെ ഈ സിങ്കിൻ്റെ കുഴി കണ്ടില്ലേ, ഇതുപോലെ കുഴി വരുന്ന സിങ്കാണ് വാങ്ങിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ സിങ്ക് ഇങ്ങനെ എഡ്ജ് ഇങ്ങനെ കട്ടായിട്ട് വരുന്ന സിങ്കാണ്. അപ്പോൾ വാങ്ങിക്കുമ്പം 2 കുഴിയുള്ള സിങ്ക് നല്ലതാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കേവായിട്ട് വരുന്ന സിങ്കാണ് നല്ലത്. ഈ ഒരു സിങ്കിൻ്റെ ആ കുഴി ചെറുതായി പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ലത് തന്നെയാണ്. ഇനി ഈ ഒരു സൈഡിലാണ് ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ LGൻ്റെ ഫിൽറ്ററാണിത്. ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പാണ് സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, അന്നേരം വേസ്റ്റ് വെള്ളം ഇങ്ങനെ തനിയെ പോയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ സിങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ട് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു ഭാഗത്തും നല്ലോണം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ഞാൻ കുറേ യൂസ് ചെയ്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഹൗസ് വാമിങ് കഴിഞ്ഞ പാടെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെയാണ് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടുണ്ടായത്. അതിന് ശേഷമാണ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിച്ചതും. പിന്നെ ഞാൻ അധികവും സ്റ്റീൽ പാത്രം ഉപയോഗിക്കലാണ്. ഇവിടെ കുട്ടികളെ ടിഫിൻ ബോക്സും അങ്ങനത്തെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ സൈഡിൽ തന്നെയാണ് സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ റൂം ഓപ്പൺ സ്പേസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കൊടുത്തതാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റോർ റൂം. പിന്നെ സ്റ്റോർ റൂമിൽ വുഡാണ് ടോപ്പ് കൊടുത്തതും പിന്നെ സെപ്പറേഷൻ കൊടുത്തതും എല്ലാം വുഡിൽ തന്നെയാണ്. താഴെ കബോർഡും വുഡിൽ തന്നെ ചെയ്തതാണ്. താഴത്തെ കബോർഡിൽ ഞാൻ അങ്ങനെ പാത്രങ്ങളൊന്നും വെക്കലില്ല. അവിടെ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ വാങ്ങുന്ന ഗ്രോസറി ഐറ്റംസ് ഇല്ലേ, അരി, പിന്നെ കവറ് പൊട്ടിക്കാത്ത ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഫ്രൂട്ട്സ് എല്ലാം വെക്കാൻ വുഡിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റാക്കും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതും ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് സ്റ്റോർ റൂമിൽ. പിന്നെ ഫസ്റ്റ് കാണിച്ച കിച്ചണിൽ നിന്ന് ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെ തന്നെയാണ് വർക്ക് ഏരിയയിലേക്ക് പോകുന്നത്. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേഡീസിന് വന്നാൽ ഇരിക്കാനും സംസാരിക്കാനും എല്ലാം വേണ്ടിയിട്ട് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനും പിന്നെ ക്ലീൻ ചെയ്യുന്ന എല്ലാ ഐറ്റംസും വർക്ക് ഏരിയയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചൂല്, മോഫിൻ്റെ ബക്കറ്റ്, ലോണ്ട്രി ബാസ്ക്കറ്റ്, അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ബോഷിൻ്റെ ആണ്. ബോഷ് നല്ല കമ്പനിയാണ്, ഇതുവരെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. മോപ്പ് ഞാൻ 2-3 രീതിയിലുള്ള മോപ്പ് ഉപയോഗിക്കലുണ്ട്. സാധാരണ മോപ്പ് ഉപയോഗിക്കലുണ്ട്, പിന്നെ വൈപ്പ് ചെയ്തെടുക്കുന്ന മോപ്പും ഉപയോഗിക്കലുണ്ട്, പിന്നെ മോപ്പ് വിത്ത് ബക്കറ്റ് വരുന്നതും ഉപയോഗിക്കലുണ്ട്. അധികവും മോപ്പ് വിത്ത് ബക്കറ്റ് വരുന്നതാണ് ഉപയോഗിക്കൽ. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ആരും മോപ്പ് പറയലില്ല, മഫ് എന്ന് പറയും, ചൂലിന് മാച്ചി എന്നും പറയും. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എൻ്റെ പുറത്തെ കിച്ചണിലേക്ക് പോകുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോയിൽ അധികം കാണിക്കാത്ത ഒരു ഭാഗമാണ് പുറത്തെ കിച്ചൺ. ഒന്നാമത് ഇവിടെ ലൈറ്റ്സ് കുറവാണ്. പുറത്തെ ലൈറ്റും വെളിച്ചവും കാറ്റും നല്ലോണം കിട്ടും. കുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷേ ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കലില്ല. ഇവിടെയും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പൈപ്പിന് കംപ്ലൈൻറ്റ് വന്നിന്, അത് ഊരി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പ്ലംബേഴ്സ് നമ്മൾ വിളിക്കുന്ന സമയത്തൊന്നും വരൂലല്ലോ. അപ്പോൾ അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഉപയോഗിക്കലുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് ഞാൻ അങ്ങനെ പാത്രങ്ങളൊന്നും വെക്കാറില്ല. ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഇടയ്ക്കേ കൂടെ പുറത്തുനിന്ന് ജീവികളെല്ലാം വരലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ വെക്കലില്ല. ഇത് പുറത്തെ കിച്ചണിൽ നിന്ന് എൻ്റെ പുറത്തേക്ക് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് വയലും എല്ലാം ആയതുകൊണ്ട് ഈ പുറത്തെ ജീവികളുടെ ശല്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അങ്ങനെ സാധനം വെക്കാൻ പറ്റാത്തത്. അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുക്കള വശത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാത്രത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിന്നർ സെറ്റാണ്. ഇതൊന്നും ഇപ്പം വാങ്ങിച്ചതൊന്നുമല്ല. ഇത് പയ്യന്നൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലും ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. അത് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല. പിന്നെ ഈ ഒരു ഡിന്നർ സെറ്റ് ഇത് മൊത്തത്തിൽ സെറ്റായിട്ട് വരുന്നതാണ്. 6 ചെറിയ പ്ലേറ്റ്, 6 വലിയ പ്ലേറ്റ് ഉണ്ട്, 2 സ്പൂണുണ്ട്, പിന്നെ കുറച്ച് കറിയെല്ലാം വിളമ്പാൻ പറ്റിയ ഒരു ബൗളുണ്ട്, പിന്നെ ചോറ് വിളമ്പാൻ പറ്റിയ കുറച്ച് വലിയൊരു പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ 6 സ്പൂണ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് കളറിൽ ഗോൾഡൻ ലൈൻസ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഈ ഒരു ബൗളിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഡിന്നർ സെറ്റെല്ലാം മുമ്പേ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിനേക്കാളും ഒരുപാട് നല്ല പാത്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ബൗള് 2 രീതിയിൽ വരുന്നുണ്ട്. കുറച്ച് വലുതും ചെറുതുമായിട്ട് അങ്ങനെ 12 എണ്ണം ഉണ്ട്. പിന്നെ സാൾട്ട് ആൻഡ് പെപ്പർ ഇടാൻ പറ്റിയ അങ്ങനെ ഒരു ചെറിയ ബോട്ടിലും വരുന്നുണ്ട്. ഇത് ലിഡ് അടക്കം വരുന്ന ഒരു ബൗളാണ്. ഇതുപോലത്തെ 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ വലിയ പ്ലേറ്റ് 6 എണ്ണം മാത്രമാണ് സെറ്റിൽ വരുന്നത്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനുണ്ട് ഷോപ്പിൽ. അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇനിയിപ്പോൾ അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടീപോട്ടും അതിൻ്റെ 12 കപ്സുമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് പാത്രങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. പിന്നെ ഈ ഒരു ഗ്ലാസ് ബൗള് ഐക്കിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ക്രിസ്റ്റൽ പോലെ തോന്നിക്കുന്ന നല്ല ബൗളാണ്. അതിൻ്റെ ഒരു വലുതും 6 എണ്ണം ചെറുതും ഉണ്ട്. ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് പോലെ വന്നിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു പാത്രം ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഒരു പാത്രവും. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് അത് രണ്ടും. പിന്നെ ഇത് പയ്യന്നൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ കറിയെല്ലാം വിളമ്പാൻ പറ്റിയ ചെറിയ ബൗളാണ്. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. എല്ലാം 5.5-6 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. ഹൗസ് വാമിൻ്റെ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് പാത്രങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു 6 വർഷം ആയിട്ടുണ്ടാവും ഈ പാത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ട്. ഇതെല്ലാം പയ്യന്നൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാത്രം മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാം കൂടെ കാണിക്കുമ്പം ബോറടിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. കുറേ നല്ല ഗ്ലാസും ചെറിയ ബൗൾസും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന പാത്രം തന്നെയാണ്. ഈ ഒരു കളറിൽ ഇങ്ങനെ 3 പാത്രങ്ങൾ വരുന്നുണ്ട്. 1 ലിറ്റർ, 3 ലിറ്റർ. പിന്നെ ഇത് 1 കിലോ റൈസ് വെക്കുന്ന പാത്രമാണ്. എത്ര ലിറ്റർ എന്ന് ഓർമ്മയില്ല. കരോട്ടെ എന്ന ബ്രാൻഡിൻ്റെ ആണ്.
ഇത് ആമസോണിലുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേ ബ്രാൻഡിൻ്റെ തന്നെ വൈറ്റിൽ വരുന്ന പാത്രം. ഈ ഒരു ഫ്രൈ പാന് നല്ല വീതിയുണ്ട്, 3 ലിറ്റർ കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പാത്രം 4 ലിറ്ററാണ്. ഇത് കരോട്ടെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് ഞാൻ കുറേ യൂസ് ആക്കിയിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇനി കാണിക്കുന്നത് ആറ്റിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്, അങ്ങനെ തന്നെ പ്രൊണൗൺസിയേഷൻ അറിയില്ല. ഈ ഒരു പാത്രം നല്ലൊരു ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇത് ഞാൻ അധികം യൂസ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ കാണാൻ നല്ലുണ്ട്. ഇതിങ്ങനെ പ്ലെയിൻ അല്ല, ഇതിൻ്റെ സൈഡിലേക്കൂടെ കുറച്ചിങ്ങനെ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ലുണ്ട്. പിന്നെ ലിഡ് വരുന്നത് ഇങ്ങനെ ഹോൾസ് ഒന്നും വരാത്തതാണ്. അപ്പോൾ ഇതിൽ 4 പാത്രമാണ് വരുന്നത്. ഇതുപോലെ ഒരു സ്റ്റീമർ വരുന്നുണ്ട്. ആ സ്റ്റീമറിൻ്റെ ലിഡ് തന്നെ സ്റ്റീമറിൻ്റെ താഴെ വരുന്ന ആ ഒരു പാത്രം ഒരു 4 ലിറ്റർ കപ്പാസിറ്റീൻ്റെ പാത്രമാണ്. അത് വേറെ തന്നെ കുക്ക് ചെയ്യാനും എടുക്കുക. പിന്നെ ആ ഒരു ഫ്രൈ പാനും ആ ലിഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 3 എണ്ണത്തിന് ആ ലിഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 1 ലിറ്റർ വരുന്ന ഒരു ചെറിയൊരു പാത്രമുണ്ട്, ചെറിയ പോള. ഈ ഹോൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ പോള, കുംസ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതും 4-5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ഫ്രൈ പാനാണ്. പിന്നെ കയ്യിലെടുത്ത് നോക്കുമ്പം നല്ല വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ലിഡെല്ലാം നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലത്തെ ലിഡാണ്. പിന്നെ ഞാൻ അധികം യൂസ് ആക്കാത്തത് കൊണ്ട് പിന്നെ എനിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റൂല. കാണുമ്പോഴും എടുത്ത് നോക്കുമ്പോഴെല്ലാം നല്ല തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട്, അത് സൂം ചെയ്ത് കാണിച്ചതാണ്. ഇനി എൻ്റെ വീഡിയോയിൽ ഞാൻ അധികം കാണിച്ച പാത്രം തന്നെയാണ്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അധികം മധുരത്തിൽ വരുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, പായസം, പുഡിങ്. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ ഞാൻ ഈ ഒരു പാത്രം ഉപയോഗിക്കലുള്ളൂ. ഇതും നല്ല തന്നെയാണ്, ഇത് പ്രസ്റ്റീജാണ്. പിന്നെ ഈ ഒരു പാത്രം ഉമ്മ ദുബൈയിൽ നിന്ന് വന്നപ്പം കൊണ്ടു തന്നതാണ്. ഇതും നല്ല പാത്രം തന്നെയാണ്, സ്ക്വയറിൽ വരുന്നത് കൊണ്ട് തന്നെ കേക്ക്, പോള, കുംസ് പോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ നല്ല തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കിച്ചൺ ടൂർ ചെയ്തിട്ട് അങ്ങനെ ശീലമൊന്നുമില്ല, കിച്ചൺ ടൂർ, ഹോം ടൂർ അങ്ങനെ എടുത്തിട്ട് ശീലമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയതാണ്. അന്നേരം അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട്, വ്യൂസ് കുറവായതുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ അത് പബ്ലിക് ആക്കാം. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. സുമി ഫഹദ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഇതുവരെ. അപ്പോൾ ഇനി മുതൽ ചെറിയ റെസിപ്പീസും കാര്യങ്ങളെല്ലാം അതിൽ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർ അതൊന്ന് ഫോളോ ചെയ്യണം. തീരെ ഫോളോവേഴ്സ് ഇല്ല, ഞാൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് അക്കൗണ്ട് ഉള്ളവർ ഫോളോ ചെയ്താൽ മതി. പിന്നെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് സൗണ്ടെല്ലാം നല്ല വ്യത്യാസമുണ്ട്. സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫും ചെയ്യാത്തത്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച മുതൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല കമൻസ് തരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെ കമൻസ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നല്ല വ്യൂസും നല്ല കമൻസും തന്നിട്ടുണ്ട്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോക്ക് മാത്രമാണ് വ്യൂസ് കിട്ടൽ. ഇത് കഴിഞ്ഞ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ വിചാരിക്കാത്തത്ര വ്യൂസ് കിട്ടീന്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, അസ്സലാമു അലൈക്കും.